ഡാർക്ക് വെബ് വഴിയുള്ള ലഹരി കച്ചവടത്തിൽ കുറ്റം സംബന്ധിച്ച് പിടിയിലായ മൂവാറ്റുപുഴ സ്വദേശി എഡിസണും കൂട്ടാളികളും വിവരങ്ങൾ കണ്ടെത്താൻ പ്രയാസമുള്ള മോൺട്രോ ക്രിപ്റ്റോ കറൻസിയാണ് ഇടപാടിന് ഉപയോഗിച്ചിരുന്നത്. കേരളത്തിൽ വേരുറപ്പിച്ച് രാജ്യം മുഴുവൻ ലഹരി ശൃംഖല സൃഷ്ടിക്കുകയായിരുന്നു പ്രതികളുടെ ലക്ഷ്യമെന്ന് നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ വ്യക്തമാക്കി. LSD സ്റ്റാമ്പുകൾ വിൽപ്പന നടത്താൻ ശ്രമിക്കുമ്പോഴാണ് എഡിസൺ NCBയുടെ പിടിയിലാകുന്നത്. കെറ്റാമെലോണിനെ കുറിച്ചുള്ള ചോദ്യം ചെയ്യലിൽ പ്രതി കുറ്റം സമ്മതിച്ചു. ഡാർക്ക് നെറ്റ് ഉപയോഗിക്കും മുൻപ് തന്നെ എഡിസൺ ലഹരി കച്ചവടം തുടങ്ങിയിരുന്നു. ആവശ്യക്കാർക്ക് നേരിട്ട് ലഹരി എത്തിക്കുന്നതായിരുന്നു രീതി. മൂവാറ്റുപുഴയിലെ വീട് കേന്ദ്രീകരിച്ചായിരുന്നു കച്ചവടം. വീട്ടുകാർക്ക് ലഹരി കച്ചവടത്തെക്കുറിച്ച് അറിവില്ലായിരുന്നു. വിവരം കണ്ടെത്താൻ പ്രയാസമുള്ള മോണേറോ ക്രിപ്റ്റോയാണ് ഇടപാടിന് ഉപയോഗിച്ചിരുന്നത്. മയക്കുമരുന്ന് മാഫിയയുമായി ബന്ധപ്പെടാൻ വലിയ വാർത്താവിനിമയ സംവിധാനങ്ങളാണ് എഡിസന്റെ മുറിയിൽ ഒരുക്കിയിരുന്നത്. ബ്രിട്ടനിലെ ഗുങ്കാഡിയിനായിരുന്നു എഡിസന് LSD അയച്ചിരുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ LSD ഇടപാടുകാരൻ സിയൂസുമായി ബന്ധമുള്ള ആളാണ് ഡീൻ. വീട്ടിൽ ഒതുങ്ങിക്കൂടിയിരുന്നത് ലഹരി കച്ചവടത്തിൽ ശ്രദ്ധിക്കാനും നാട്ടുകാർ സംശയിക്കാതിരിക്കാനുമാണെന്നാണ് പ്രതിയുടെ മൊഴി. കേരളത്തിൽ വേരുറപ്പിച്ച് രാജ്യം മുഴുവൻ ലഹരി ശൃംഖല സൃഷ്ടിക്കുകയായിരുന്നു ലക്ഷ്യം. കഴിഞ്ഞ വെള്ളിയാഴ്ച വരെ ഇയാൾ ഇടപാടുകാർക്ക് മയക്കുമരുന്ന് അയച്ചു നൽകിയതായും കണ്ടെത്തി. ചേലാട് നിന്നാണ് 2 പാഴ്സലുകൾ അയച്ചത്. എഡിസനെക്കുറിച്ച് വിവരം ശേഖരിക്കാൻ NCB സംഘം മൂവാറ്റുപുഴയിൽ 2 മാസം താമസിച്ചിരുന്നു. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ ബിരുദം നേടിയ എഡിസൺ ബംഗളൂരു, പൂനെ എന്നിവിടങ്ങളിൽ ജോലി ചെയ്തിട്ടുണ്ട്. ജോലി വിട്ട ശേഷം ആലുവയിൽ റെസ്റ്റോറന്റ് ആരംഭിച്ചു. കോവിഡ് സമയത്ത് റെസ്റ്റോറന്റ് പൂട്ടി. കേസിൽ എഡിസന്റെ കൂട്ടാളികളായ അരുൺ തോമസ്, ഡിയോൾ എന്നിവരും പിടിയിലായിട്ടുണ്ട്. പിടിയിലായ 3 പ്രതികളെയും റിമാൻഡ് ചെയ്തു. ന്യൂസ് മലയാളം, കൊച്ചി.